ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാം ക്യാൻസൽ ആയിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ മെയ് 3 നടന്ന നീറ്റ് എക്സാം ക്യാൻസൽ ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ വരുമെന്ന് ആരും വിചാരിച്ചില്ല. ഏറ്റവും വലിയ തട്ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായതുണ്ടല്ലോ, ആൻസർ കീ എത്ര പെട്ടെന്നാണ് വന്നത്. ഇവരെന്ത് ഉദ്ദേശിക്കുന്നത്? അതായത് പെട്ടെന്ന് റിസൾട്ടൊക്കെ അങ്ങ് പബ്ലിഷ് ചെയ്തിട്ട് എല്ലാം അങ്ങ് സ്പീഡപ്പ് ആക്കി ഇതിൽ നിന്നൊക്കെ അങ്ങ് ഒളിഞ്ഞു പോകാന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ മെയ് 7 തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നുള്ള രീതിയിൽ കംപ്ലയിൻറ്റ് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അത്രയും സ്പീഡപ്പ് ആക്കി ഇതിനകത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. ശിവൻ സാർ വരെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇത്രയും നേരത്തെ ഒഫീഷ്യൽ ആൻസർക്ക് ഇതുവരെ വന്നിട്ടില്ല എന്ന്. ഞങ്ങൾ MBBS സ്റ്റുഡൻസിനുണ്ടല്ലോ, ഫൈനൽ ഇയേഴ്സ്, അതായത് ഞങ്ങളിപ്പം സ്റ്റഡി ലീവിൽ ഇരിക്കുന്നവർ ഒഴികെയുള്ള ബാക്കി എല്ലാ പിള്ളേർക്കും ക്ലാസ് ഉണ്ടായിരുന്നു ഞായറാഴ്ച. അതായത് ഇനിയിപ്പോൾ ഞങ്ങൾ ആരെങ്കിലും പോയി എഴുതി കൊടുത്തിട്ട് പിള്ളേർക്ക് നല്ല മാർക്ക് കിട്ടാതിരിക്കാൻ. അപ്പോൾ ഈ ബ്ലൂടൂത്ത് വെച്ച് കോപ്പി അടിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ. സ്കൂൾ ടെസ്റ്റ് എന്താ പറഞ്ഞത് NTA? സ്കൂൾ ടെസ്റ്റ് അല്ലാന്ന്. ഇതാണോ സ്കൂൾ ടെസ്റ്റ് അല്ലാത്തത്? സ്കൂൾ ടെസ്റ്റ് ഇതിലൊക്കെ കാട്ടിൽ എത്രയോ ഭേദമാണ്. 10-24 ലക്ഷം പിള്ളേരുടെ എഫേർട്സിനോ അല്ലെങ്കിൽ അവരുടെ ഉറക്കമില്ലാത്ത രാത്രികൾക്കോ ഒന്നും യാതൊരുവിധ ഒരു വിലയുമില്ല. എന്തുമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ കൊച്ചുങ്ങളും ഒരു 600 മാർക്ക് അല്ലെങ്കിൽ ഒരു 650 മാർക്കിലേക്ക് വരുന്നത്. ഇപ്പോഴും ഒരു 650 സ്വന്തം എഫേർട്ടിലിട്ട് ഒരു സീറ്റ് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന പിള്ളേരുണ്ട്. അവരൊക്കെ ഇനി എവിടുന്ന് തുടങ്ങും? ഇനിയിപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 ആഴ്ച കഴിയുമ്പോൾ റീനീറ്റ് വരും. എന്ത് ചെയ്യും എന്ന് വെച്ചാൽ കുറേ പേര് ഭയങ്കര റിലാക്സ്ഡ് ഒക്കെ, നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ടിട്ട് അവർ കിട്ടുമെന്നൊക്കെ ഉള്ളൊരു ആശ്വാസത്തിൽ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കും. വേറൊരു രീതിയിലും കൂടെ നമ്മൾ ആലോചിക്കണമല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുളുവിന് 650 അല്ലെങ്കിൽ 690 മാർക്ക് മേടിച്ച് ഇപ്പോൾ എയിംസ് കിട്ടും, ജിപ്മർ കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ. അതായത് ഈ 20,000 രൂപയും 40 ലക്ഷം രൂപയും കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ചിരിക്കുന്നവർ, അവരങ്ങനെ സൂഹിക്കണ്ട. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എത്ര ഫിൽട്ടർ ചെയ്തെടുത്താലും 1-2 പേര് ഇതിനകത്ത് നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ എന്തായാലും ഉണ്ടാവും. എന്തായാലും ഈ 20,000 രൂപ കൊടുത്ത് കേരളത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ചിട്ടുള്ള കൊച്ചുങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്കല്ല മേടിച്ചെങ്കിലോ, കുറേ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഹോസ്റ്റലിലെ പിള്ളേർ മൊത്തം ചേർന്നിട്ടാണ് അത് മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലോ. അപ്പോൾ അതിനൊക്കെ ആര് സമാധാനം പറയും? അപ്പോൾ ഒരു കണക്കിന് ക്യാൻസൽ ചെയ്തത് നല്ലതാണ്. പക്ഷേ ഇമാതിരി തെണ്ടിത്തരം ഇനിയെങ്കിലും കാണിക്കാതിരിക്കുക. കാരണം ഈ പഠിക്കുന്ന എഫേർട്ട് ഇടുന്ന പിള്ളേർക്ക് ഇങ്ങനെ പുല്ലുവില. എല്ലാ കൊല്ലവും കോട്ടയിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ കേരളത്തിലെ കാര്യം മാത്രം ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ്. എല്ലാ കൊല്ലവും കിട്ടുന്നുണ്ടാവും. ഇക്കൊല്ലം ഇപ്പോൾ എത്രയാണ്, 2016 ലീക്കായി, 21 ലീക്കായി, ഞാൻ എഴുതിയ വർഷം ലീക്കായി. ഞങ്ങളുടെയൊക്കെ റിസൾട്ട് എത്ര ലേറ്റ് ആയിട്ടാണ് വന്നതെന്ന് അറിയാവോ? സെപ്റ്റംബറിൽ നടന്ന എക്സാം ആയിരുന്നു. ഞങ്ങളുടെയൊക്കെ ക്ലാസ്സിൽ ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഏപ്രിലാണ്. ഞങ്ങൾ 2021 ബാച്ച് ആണെങ്കിലും 22 ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ വർഷത്തിനൊന്നും ഒരു വിലയുമില്ല. അത് കാരണം ഞങ്ങൾ എന്തുമാത്രം പ്രോബ്ലംസ് ആണ് സഫർ ചെയ്തതെന്ന് അറിയോ? ഒരു കണക്കിന് ക്യാൻസൽ ചെയ്തതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ കേസും കൂട്ടവും തേങ്ങയും മാങ്ങയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇനിയും ഒത്തിരി ഡിലേ ആയി പോകും. നമ്മൾ റീനീറ്റ് നടത്തി റിസൾട്ട് വരുന്നതിനേക്കാൾ കൂടുതൽ ഡിലേ ആയി പോകും. ഞങ്ങൾ 2022 ജോയിൻ ചെയ്തത്. അതിനനുസരിച്ച് ക്ലാസ് എല്ലാം ഭയങ്കര ആക്സിലറേറ്റഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 11 മാസം കിട്ടേണ്ടുന്ന ഫസ്റ്റ് ഇയർ ഞങ്ങൾക്ക് 7-8 മാസം കൊണ്ട് തീർത്ത് 8ാമത്തെ മാസം ഞങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുമായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനേക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭേദമാണ്. പക്ഷേ ഇനി ഇങ്ങനത്തെ ഒരു തെറ്റ് ഒരിക്കലും ആവർത്തിക്കരുത്. ഞാനടക്കമുള്ള എല്ലാ യൂട്യൂബേഴ്സും ഇതിനെതിരെ വീഡിയോ ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കുറേ പേരിലേക്കെങ്കിലും തെറ്റേ. കാരണം ഈ എഫേർട്ട് ഇടുന്ന പിള്ളേർക്കും അവരുടെ എഫേർട്സിനും ഒന്നും യാതൊരുവിധ വിലയുമില്ല, പുല്ല് വില പോലും ഇല്ല. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്തായാലും എനിക്ക് പറയാനുള്ളത് കുറേ കൊച്ചുങ്ങൾക്ക്, അതായത് ഇതൊക്കെ കൊണ്ടായിരിക്കും ഇവിടെ, അതായത് കുറേ പേർക്ക് കുറേ റിസൾട്ടൊക്കെ കൂടിയതും ഇപ്പം 550 മാർക്ക് മേടിച്ച ആളുകളുടെ റാങ്കൊക്കെ 7,000 8,000 ഒക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇതിനിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. ഇനി ഒരിക്കലും ഇതുപോലൊരു സംഭവം വരത്തില്ലെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി നടക്കുന്ന റീനീറ്റിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം വരത്തില്ലെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 3-4 ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ എക്സാം ഉണ്ടാവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എടുത്തു വെച്ച് പഠിക്കുക. എനിക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാവും, പക്ഷെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. നന്നായിട്ട് പഠിക്കുക. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂടാ. ഇത് ഇന്ത്യയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ. എല്ലാം കള്ളത്തരവും വെട്ടിപ്പുമാണ്. പക്ഷേ നമുക്കിപ്പോൾ വേറൊരു വഴിയില്ലല്ലോ. നമ്മൾ 1-2 കൊല്ലം ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, ഈ ഒരു ലൂപ്പിൽ വീണുപോയി. നമുക്കിനി വേറെ വഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ അറിയിക്കാം. എനിക്ക് അത്രയ്ക്ക് ദേഷ്യവും എനിക്ക് അത്രയ്ക്ക് വിഷമവും ഉണ്ട്. കാരണം ഞാൻ എന്നെ തന്നെയാണ് നിങ്ങളിലൂടെ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയോ അനിയനെയോ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടടാ. കാരണം ക്ലാസ് അടക്കം വെച്ച് നമ്മളെയൊക്കെ ഇത്രയും ബുദ്ധിമുട്ടിച്ചിട്ടും അവരെ കൊണ്ട് ഒന്നും നടക്കുന്നില്ല. പിന്നെ എന്തിനാ ഇതൊക്കെ? അപ്പം ശരിയടാ. എന്തായാലും വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. ശരി. എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം ആണ്, അത് കാരണമാണ് നിങ്ങളുടെ മെസ്സേജിനൊന്നും എനിക്കൊരു റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തത്. കാരണം എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ടെൻഷനുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ എന്തുവാ ചെയ്യേണ്ടെന്നേ. ശരി.